ഈവനിങ്. നമുക്ക് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചക്ക ഒന്ന് വറുത്ത് നോക്കിയാലോ. ഞാൻ ഈ ചക്കയുടെ കട്ടിയുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി വെച്ചിട്ടുണ്ട് അവിടെ. അതാണ് ഈ കാണുന്നത് കേട്ടോ. കണ്ടോ, ഒരുപാട് കട്ടിയൊന്നുമില്ല. കട്ടിയില്ലാത്ത ചക്കയാണ് നമുക്ക് വറുക്കാൻ നല്ലത് കേട്ടോ. നമുക്കൊന്ന് വറുത്ത് നോക്കിയാലോ. എണ്ണ നന്നായിട്ട് ചൂടായി നിൽപ്പുണ്ട്. നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് വിതറാറ്, അല്ലെങ്കിൽ ഈ ചക്ക കരിച്ച് പോകും. ഇതാണെങ്കിലും ഉപ്പ് പൊടിയാണ്. എണ്ണ വേണം, ഞാൻ കുറച്ച് വറുത്താണ്. കുറച്ച് എണ്ണയുണ്ട്. നമുക്കൊന്ന് ഗോൾഡൻ കളർ ആകുന്നത് വരെ മൊഴിയിൽ നിന്ന് ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ചക്കയ്ക്ക് അല്ലെങ്കിൽ നല്ലൊരു മഞ്ഞ കളറുണ്ട് കേട്ടോ. നമ്മൾ മഞ്ഞൾ ഇട്ടില്ലെങ്കിൽ പോലും നല്ല മഞ്ഞ കളർ കിട്ടും പുറത്ത് കഴിയുമ്പോൾ. അതുകൊണ്ട് ഞാനങ്ങനെ മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അല്ലെങ്കിലും മഞ്ഞളുടെ ആ ഒരു ഇത് വരുമ്പോഴത്തേക്ക് എനിക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല. ചക്കയുടെ ആ ഒറിജിനാലിറ്റി ഒന്ന് പോകുന്ന പോലെ തോന്നുന്നു. അത് ഞാനങ്ങനെ ഇടാറില്ല. പിന്നെ പണ്ടാണല്ലോ എൻ്റെ അമ്മ വറക്കുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അമ്മ ഇങ്ങനെ ഇതുപോലെ മഞ്ഞളൊന്നും അധികം നിർത്തി കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഉപ്പ് ഇട്ട് അങ്ങനെ വറുക്കത്തില്ല. വറുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് പൊടി തൂളി കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയാണ് ഞാനും ചെയ്യുന്നത് കേട്ടോ. അതുപോലെ കളറാവുന്നതോടെ വരെ നമുക്ക് ഇളക്കി കൊടുക്കാതെ. കളർ കിട്ടാനുള്ള ഒരു വെള്ളമാണ് ഞാൻ സിമ്മിലോട്ട് ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോഴി എടുക്കാൻ കേട്ടോ. ഇനി ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോവുക. കോഴി എടുക്കും. ഇതാണ് ഫൈനലായിട്ട് നമ്മൾ ചക്ക വറുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഒരു സമയമായതുകൊണ്ട് രാത്രിയിലാണ് ഞാൻ വറുത്തോണ്ടിരിക്കുന്നത് കേട്ടോ. കളർ നല്ല ഒറിജിനൽ ആയിട്ട് ശരിക്കുള്ള കളർ നമുക്കുണ്ട്. വീഡിയോയിൽ നോക്കുമ്പോൾ ഇച്ചിരി കളർ കുറഞ്ഞായിട്ടാണ് തോന്നുന്നത്. എന്നാലും നല്ല മഞ്ഞ കളറും ഉണ്ട് കേട്ടോ. നല്ല കിളിയിലെല്ലാം സൗണ്ട് കിട്ടുന്നുണ്ടോ? നല്ല സൂപ്പറായിട്ട് ഇരിക്കുന്നില്ലേ? നല്ല സൗണ്ടല്ലേ? കിളിയിലെല്ലാം സൗണ്ട് കിട്ടുന്നില്ലേ? ഏത് പരുവത്തിൽ വേണം നമുക്ക് ചക്ക വറുത്തെടുക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കണം കേട്ടോ. എല്ലാവർക്കും ചക്ക വറുക്കാനൊക്കെ അറിയാം. എന്നാലും ചക്കയുടെ സീസണല്ലേ, എല്ലാവരും ട്രൈ ചെയ്യുക. ഞാൻ വറുത്തതിനെ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം കേട്ടോ. ഓക്കേ, ഗുഡ് നൈറ്റ്.